പിന്നെ നന്ദന ആള് വലിയ ഓവർ സംസാരം വളവള പക്ഷെ വലിയ കാരണം എങ്ങനെ പറയാം സിബിൻ നന്നായിട്ട് പ്ലാൻ ചെയ്ത് മീൻസ് എവിടെ മൂവ് ഇറക്കണം അവിടെ ഇറക്കുന്നുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഗെയിം കളിക്കുന്നുണ്ട്. പിന്നെ നന്ദന കുറച്ച് ഓവറാണ്, സംസാരം വെറുതെ എല്ലാ വള്ളിയിലും പിടിച്ച് തൂങ്ങാൻ അതൊക്കെ തന്നെ. പിന്നെ അഭിഷേക് ശ്രീകുമാർ അത് ആള് വന്നപ്പോ വലിയ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ആയിട്ടാണ് വന്നത്, പിന്നെ ഒതുങ്ങിപ്പോയി, പാവായി. അഭിഷേക് എനിക്ക് വലിയ പ്ലാനൊന്നും ആയിട്ടല്ല വന്നത്, ആള് ജസ്റ്റ് സർവൈവ് ചെയ്ത് പോവാണ്, ആക്റ്റീവായിട്ട് കളിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പേരിൽ അയാൾ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോവാണ്. അതെ അതെ, അതുകൊണ്ടാണ് അയാൾ അവിടെ നിന്ന് പോകുന്നത്. ആ കമ്മ്യൂണിറ്റിക്കുള്ള സപ്പോർട്ട് കൊണ്ടുകൂടിയാണ് അയാൾ അവിടെ കുറെ കാലം ഇങ്ങനെ സർവൈവ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ രണ്ട് ടൈപ്പ് ആൾക്കാരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ നിന്ന് പോകുന്നത്. പൂജ നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ട്, അത്യാവശ്യം പറയുന്ന കാര്യങ്ങളൊക്കെ പോയിന്റ് ആണ്. പിന്നെ അത്ര സ്ട്രോങ് വോയിസ് അല്ല, പക്ഷെ പറയേണ്ട കാര്യം പറയേണ്ട സ്ഥലത്ത് പറയും. സീക്രട്ട് ഏജന്റ് ആൾക്കാർ വിചാരിച്ച പോലെ സീക്രട്ട് ഏജന്റ് ആയിട്ട് വരും വിചാരിച്ച്, പക്ഷെ വന്നത് സായി ആയിട്ടാണ്. മേ ബി ഇനി ചിലപ്പോ മൂന്നാം അറിയില്ല. ഇപ്പൊ അതിലുള്ളതിൽ ഏറ്റവും നല്ലത് വെച്ച് കഴിഞ്ഞാൽ സിബിൻ തന്നെയാണ്. സിബിന് പ്ലാൻ ഉണ്ട്, സ്ട്രാറ്റജീസ് ഉണ്ട്, അപ്പൊ അതുകൊണ്ട് സിബിൻ മേ ബി കുറച്ച് വീക്സും കൂടി സർവൈവ് ചെയ്യാം. പൂജ വലിയൊരു സ്മാർട്ട്നെസ് ഇല്ല, കുറച്ചും കൂടെ ആക്റ്റീവ് ആവാം. അഭിഷേക് ശ്രീകുമാർ അടിപൊളിയാണ്. കാരണം എങ്ങനെ പറയാം, വലിയ അഭിപ്രായം, വലിയ എനിക്ക് തോന്നിയ വലിയ ആക്റ്റീവ് ആവുന്നത്. ഇത് ഇറങ്ങി കളിച്ചിട്ടില്ല, കളിക്കാൻ ടൈം ഉണ്ട്. പിന്നെ നന്ദന ആള് വലിയ ഓവർ സംസാരം വളവള പക്ഷെ വലിയ ഗെയിമൊന്നും വലിയ ഇതില്ല. അതേമാതിരി ഉണ്ട്, പക്ഷെ വലിയ ആക്റ്റീവ് ഓവർ അല്ലായിരുന്നു. ഇയാള് സംസാരം നല്ല ഓവറാണ്, സംസാരിക്കും ഭയങ്കര കൂടുതൽ, അല്ലാണ്ടൊന്നും. സിബിൻ ആക്റ്റീവ് ആളാണ് പണിയെല്ലാം എന്താ പറയാ കുത്തിരിപ്പുണ്ടാക്കുന്നത്, അതൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റാളൊക്കെ സിബിൻ, എനിക്ക് സിബിനെ ഇഷ്ടമല്ല, കൈ ഉറങ്ങുന്നത് സിബിനാണ് അവിടെ. അതെ, അവര് കൂടുതല് മറ്റുള്ളവരെ എന്താ പറയാ അവരെ ഗെയിം മാറ്റാൻ നോക്കുക, അവരുടെ രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ളത് പൂജ. കാരണം പൂജാനെ എനിക്ക് നേരത്തെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ ഇന്റർവ്യൂസ് കണ്ട് അതുകൊണ്ട് ഇപ്പൊ ഉള്ളിൽ വന്നപ്പോഴും നല്ല ഒപ്പീനിയൻ ആയിട്ട് പറയുന്നുണ്ട്. സായി കൃഷ്ണ അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെടില്ല, അതിന്റെ കളി എനിക്ക് ഇഷ്ടപ്പെടില്ല. കാരണം ജാസ്മിനൊക്കെ ഇത് ഭയങ്കര എന്താ പുറത്തുള്ള കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞ് അത് ഭയങ്കര പ്രശ്നമാക്കാൻ നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടില്ല, ഒരു കപ്പടിക്കാനുള്ള യോഗ്യത ഒന്നും ഇല്ല.